Oh my god. Guys, കണ്ടു guys. ഡയറ്റ് ആണ് അതും കൂടെ ഓർത്തോണം. ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. അത് അച്ഛാ പച്ച മീനാണോ അതിനെ? അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വീഡിയോ വെള്ളം തെറിച്ചു ഒരു ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുള്ള വീഡിയോ ആണ്. അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ ഒരു കടപ്പുറത്ത് പോയി മീനൊക്കെ മേടിച്ച കഥ. അതാണ്. വരൂ കണ്ടോ, നമ്മൾ വാങ്ങിച്ച മീൻ കുട്ടനെ അത് ഇങ്ങനെ കിടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ വാങ്ങി, എന്തൊക്കെ വാങ്ങി എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മേലുള്ള തൈ ബട്ടണിൽ കഴിഞ്ഞ വീഡിയോ ഉണ്ടായിരിക്കും. ഇവിടെ വീഡിയോ ഉണ്ടായിരിക്കും, അത് പോയി കണ്ടിട്ട് വന്നു. അപ്പോൾ ഇത് മാത്രമല്ല, ഇത് അയല ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തേക്ക് നമുക്കിപ്പോൾ നമ്മൾ 4 പേരെ വീട്ടിലുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയും മീനിൻ്റെ ആവശ്യമൊന്നും എന്തായാലും ഇല്ല. ഇതിപ്പോൾ കുറച്ച് നാളത്തേക്ക് പോകുമല്ലേ നേതേട്ടാ, എന്തായിരുന്നാലും പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും കട്ട് ചെയ്ത് വെക്കണമല്ലോ. സോ നമ്മൾ ഈ നെമ്മീനെ കട്ട് ചെയ്യാൻ പോവുകയാണ്. നെമ്മീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കിങ് ഫിഷ്. പിന്നെ അയല ഒരു 3-4 എടുത്ത് നമുക്ക് ഫ്രൈക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലേ നേതേട്ടാ? അയല വറുത്തതുണ്ട്. അതെ ഡയറ്റാണ്, അതും കൂടെ ഓർത്തോളൂ. എന്തായിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല, ഫ്രഷ് മീൻ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇത് അയല വന്നിട്ട് നിധിയേട്ടനല്ലേ പറഞ്ഞേ, ഇത് ചൂണ്ടിട്ട് കുടിക്കുന്നത്. കാരണം ഏത് മീനിന്റെ ചുണ്ടിന്റെ ഭാഗം എടുത്താലും കട്ടായി പോയിട്ടുണ്ട്. ഇവിടെ ഒരു ഹോളുണ്ട്, കണ്ടോ. ഇത് നമ്മൾ കഴുകി ഫ്രഷ് ആയിട്ട്, കാരണം വന്നപ്പോഴത്തേനും ഫുള്ള് മണലായിട്ട് അലുമ്പായിട്ടിരുന്നതാണ്. പിന്നെ നിധിയേട്ടനാണ് കുളിച്ച് കുട്ടപ്പനാക്കിയതായി ഇവിടെ കുളിപ്പിച്ച് അത് തന്നെ മിക്കത് ഒരഞ്ഞു പോയിട്ടുണ്ട് പലതും. ഓക്കെ അപ്പം നമുക്കിത് കട്ട് ചെയ്ത് തുടങ്ങാം. എൻ്റെ അമ്മ നല്ല കട്ടിയുണ്ടായിട്ട് മൂർച്ചയുള്ളതായത് കൊണ്ട് വെരി നൈസ്. നൈഫ് കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ നൈഫിന്റെ പരസ്യം കൂടെ നമ്മുടെ എന്നാലും എനിക്ക് എന്താ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. നിങ്ങൾക്ക് ഈ സാധനം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ലുലു മോളിൽ പോയാൽ അവിടെ നമുക്കതിൻ്റെ ചിറകും ഈ സൈഡിൽ അവിടെയൊക്കെ ചിറക് വേണമെങ്കിൽ വിരിച്ച് കാണിച്ചു തരാം. Oh my god. Guys, കണ്ടു guys. കട്ട് ചെയ്യ് guys. ഇന്നലെ വരെ നീന്തി തുടച്ച ജസ്റ്റ് ഓവർ ദ ഫിഷ്. എല്ലാവർക്കും വേണ്ടിയിട്ട് അറിഞ്ഞുള്ളവർക്കും അറിയാനുള്ളവർക്കും വേണ്ടിയിട്ട് ഈ ഒരു സംഭവം കണ്ട ഇതിങ്ങനെ ടേൺ ആവും. ഇത് എന്താണെന്ന് വെച്ചാൽ ഫിഷിന് ഡ്രിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫിഷ് ചരിച്ചു. അതെ ഈ ചത്ത് കിടക്കുന്ന കിങ് ഫിഷിന്റെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ ഡ്രിഫ്റ്റ് ചെയ്യുന്ന വീഡിയോ ഉണ്ട്. ഒന്ന് പോകുന്നു പിടിക്കാൻ കിട്ടുന്നില്ല. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ എൻ്റെ നിതേട്ടൻ്റെ ഡ്രിഫ്റ്റിംഗ് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കട്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ വെയിറ്റ് നോക്കിയപ്പോൾ എത്ര ഉണ്ടാവും? 3.5 കിലോ. നമ്മൾ വെയിറ്റ് ചെയ്യുന്ന വെയിറ്റ് 3.5 കിലോ ഉണ്ട്. 3.5 കിലോ മീൻ 2000 രൂപയ്ക്ക് ഭയങ്കര ലാഭം എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ ഏകദേശം ഹൈപ്പർ മാർക്കറ്റിലൊക്കെ റേറ്റ് വന്നിട്ട് മീൻ വന്നിട്ട് കിലോ 1200 കണ്ടില്ലേ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് പുറത്ത് വാങ്ങണമെങ്കിൽ എത്ര രൂപ നിങ്ങൾ കൂട്ടിക്കോ. ജസ്റ്റ് അതിൻ്റെ പുറത്തൊരു ഇവിടെ വന്നിട്ട് ഒരു ചെറുമ്പലാണ്. അല്ല, ഇന്നലെ ഇവിടെ ചൂരായിരുന്നു. അപ്പോൾ ചൂരമീൻ കട്ട് ചെയ്തപ്പോഴത്തേനും ഇവിടെ ചൂരമീൻ ഇതുപോലെയല്ല, നല്ല കട്ടിക്കുണ്ട് ചെറുമ്പൽ ഇവിടെ ഈ ഭാഗത്ത്. കണ്ട ചെറിയ ചെതുമ്പൽ പോലെ കണ്ട. കട്ട് ചെയ്യാം തല. ഞാൻ നിധിയേട്ടനെ കൈമാറാം. നിധിയേട്ടനെ രാവിലെ തളർന്നെന്ന് പറയില്ല. എന്നിട്ട് വേണം എൻ്റെ ട്രോൾ. തളർന്നില്ല. നിധിയേട്ടൻ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഞാൻ വിട്ടെന്ന് പറയും. അപ്പോൾ നിധിയേട്ടനെ ഭാര്യ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്.
ഇത് ഞാൻ റെക്കോർഡ് ചെയ്ത് പക്ഷേ റെക്കോർഡാണില്ല, എനിക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കേൾക്കണം. അപ്പോൾ നമ്മൾ ഇതെൻ്റെ കെട്ടിയല്ലേ എവിടെ പോകണം മുണ്ടും എടുത്തിട്ട് അതെ അതെ അത് തുന്നിപ്പോവും. ആ പുതുങ്ങ ഞാൻ കട്ട് ചെയ്യാം. ഓ കുഴപ്പമില്ല, ഇങ്ങനെയാണ് റൗണ്ട് നമ്മൾ. പക്ഷേ ഇത്രയും ചില ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഇത്ര കട്ടിയൊന്നും കാണത്തില്ല. ഇതിനെ രണ്ടായിട്ട് അവർ കട്ടി. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ചാൽ അവരങ്ങനെ പെട്ടെന്ന് ഓവറായിട്ട് കുക്ക് ചെയ്യില്ല. അത് ഫ്രൈക്കൊക്കെയാണ്. കറി നമ്മളിന്ന് കറി വെക്കാനാണോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കറിക്കൊക്കെ ആകുമ്പോഴത്തേനും ഇത്രയും വണ്ണമെങ്കിലും ഇല്ലെങ്കിൽ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഇത്രയും എടുക്കുന്നില്ല, ഇതിന് ഒരു 5-6 കഷ്ണമേ നമ്മളിന്ന് എടുക്കുള്ളൂ. ഇനി ഞാൻ കട്ട് ചെയ്യാം ലാസ്റ്റ് പോർഷൻ. ചത്ത മീൻ പെണിയിട്ടുണ്ട്. ഇത് നമ്മുടെ വാലിൻ്റെ അറ്റത്തോട്ട് എത്തിയിട്ടുണ്ട്. കഷ്ണത്തിൻ്റെ വലിപ്പം കുറഞ്ഞു വരെയാണ്, ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും എക്സ്പേർട്ട് എങ്ങനെയാണെന്ന് അറിയാമോ? അവർക്ക് കറക്റ്റ് അറിയാം ഈ എല്ലിന്റെ ജോയിന്റ് അവിടെ വെച്ച് കട്ടി. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ജോയിന്റ് വീഴാത്ത ഭാഗത്താണെന്ന് ഒന്നിന് ഇത്തിരി മുറിക്കാൻ പാട്. So finally we did it. We did it. Yay! ഫ്ലൈറ്റ് പറത്ത് കൈ മുറിഞ്ഞ് ചോര കൈ. അപ്പോൾ തല നിധിയേട്ടൻ ഇതിൻ്റെ അകത്ത് കുറേ വേസ്റ്റൊക്കെ ഉണ്ട്, കണ്ടോ? ക്ലീനാക്കി വെള്ളാന്നിരിക്കും. സൂപ്പറാടോ. ഓരോന്നായിട്ട് കഴുകിയെടുത്തേക്കാം. എന്തായാലും തല കുറേ തവണ കഴുകി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ബാക്കി കഷ്ണങ്ങൾ വാരിയിടാം. ഇതൊക്കെ സൂക്ഷിച്ച് ഞാൻ വരാം ചേട്ടാ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇട്ട് കഴിഞ്ഞാൽ കൈ കുറേ ഉണ്ടല്ലോ ഇവിടെ ജോലിക്ക്. വാങ്ങിച്ച് പിടിക്കരുത് എൻ്റെ കയ്യിൽ നിന്ന്. നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ ചട്ടി ഇതാണ്. ഇത് ഫുള്ളായിട്ടുണ്ട്. വേറൊരു പാത്രം എടുത്ത് അതിൽ വരെ വെച്ചാലേ നടക്കുള്ളൂ എന്ന് തോന്നുന്നു. കഴിക്കാൻ പറ്റും കേട്ടോ. എങ്ങനെ കഴിക്കാൻ കഴിച്ചു കേട്ടോ. വേണ്ട, ഒരു ചെറിയ പീസ് ഒരു കഷ്ണം പച്ചമീണ്ടായി വെച്ചേ. റോ ഫിഷ് അച്ഛാ, പച്ചമീനാണോ അതിനെ? ഒത്തില്ല. അപ്പോൾ നമ്മുടെ മീനെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തല നമ്മൾ ഓൾറെഡി കുറേ വെള്ളം കഴുകി കേട്ടോ. വീഡിയോയിൽ കാണിക്കാതെ തന്നെ ഒരുപാട് കഴുകിയിട്ടുണ്ടായിരുന്നു. കഴുകി ആവശ്യമില്ലാത്ത ലോക്കർ തുറക്കല്ലേ. ഒന്ന് ട്രൈ ചെയ്തത് വല്ലതും ഉണ്ടോ? ഓക്കെ. അതിൻ്റെ ഹാർട്ട് പിന്നെ കുഞ്ഞു പരു വരുന്നത് ഇതേപോലത്തെ പരു. അത് മുട്ട നമ്മുടെ അറിയില്ല പരുവെന്നൊക്കെ പറയും. ഇതിൽ നിന്ന് കുറച്ച് നമ്മളിന്ന് തലയും കുറച്ച് ഭാഗം എടുത്ത്, കാരണം ഫ്രഷ് മീനല്ലേ, അപ്പോൾ തലയൊക്കെ ഇനി വെച്ചിരുന്ന് കഴിഞ്ഞാൽ അലമ്പാവും അല്ലേ. അതുകൊണ്ട് തലയും കുറച്ച് ഭാഗം എടുത്ത് കുറച്ച് കറി വെച്ചിട്ട് 2-3 അയില എടുത്ത് ഫ്രൈ ചെയ്യാം. ഒരു 4 വരില്ല, 4 എടുത്ത് ഫ്രൈ ചെയ്യാം. ഫുള്ളാണ് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതാകുമ്പോൾ ഫുള്ളായിട്ട് ചെയ്യണം, ഫുള്ള് മതി. സോ നമുക്ക് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്യാം. ഇതിനപ്പം ഞാൻ കൊണ്ടകത്ത് വയ്ക്കട്ടെ. അപ്പോൾ ഇനി നമ്മൾ നെമ്മീൻ കഴുകി അകത്തോണ്ട് വെച്ചിട്ടുണ്ട്. അത് കറി വെക്കണം. ഇനി അതിന് മുന്നേ ഒരു 4 പേരുണ്ട്. 4 അയിലയും കൂടെ എടുത്ത് മാറ്റി വയ്ക്കാം. വലുത് നോക്കി എടുക്കാം അല്ലേ. 2, 3 ഒത്തിരി വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി ആയാലും നമ്മൾ
ഫ്രിഡ്ജിലോട്ട് കയറ്റാൻ പോകുന്നത്. കാരണം നമ്മൾ കഴിയുന്നത് വരെ പുറത്തിരുന്നാൽ ശരിയാവില്ല. രാവിലെ പിടിച്ചോണ്ട് വന്നേല്ലേ. അങ്ങോട്ട് കുരുങ്ങു മീനെ. അപ്പം 750 രൂപയ്ക്ക് 24 എണ്ണം ഉണ്ടാവും. സാധാരണ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് ഈ 4 എണ്ണത്തിന് തന്നെ 250 രൂപയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അതായത് ഇന്നലെ വരെ. അപ്പോൾ നമുക്കിന്ന് 24 എണ്ണം 750 രൂപയ്ക്കാണ് കിട്ടിയത്. ഇറ്റ് സൗണ്ട്സ് ഗുഡ് അല്ലേ? അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടി, ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് മുഴുവനും മതിയെന്നല്ലേ പറഞ്ഞേ? അപ്പോൾ മുഴുവനാകുമ്പോഴത്തേനും വലിയ ജോലിയില്ല. ഇതിൻ്റെ അകത്തുള്ള വേസ്റ്റൊക്കെ വന്നിട്ട് കളയണം. പിന്നെ സൈഡിലുള്ള കുഞ്ഞു 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 ചിറകൊക്കെ ഉണ്ട്. എൻ്റെ ഇവിടെയൊക്കെ ചിറകൊക്കെ ഉണ്ട്. ഫുള്ളുണ്ട്. നമുക്ക് കുറച്ചിട്ട് ഓക്കെ. ഇതിന് കുറച്ച് ചെതുമ്പലുണ്ടാവും. നീങ്ങിക്കണം എന്തൊക്കെ തെറിക്കും. ആഹാ ഏസന്മാർ. നമുക്ക് തലയോടെ വെച്ച് ഫ്രൈ ചെയ്യണം. സോ നമ്മൾ ഇവിടുത്തെ ഇത് ഇളക്കി കളയണം. കണ്ടോ ഇതിൻ്റെ വേസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ തന്നെ പൂവിൻ്റെ കൂടെ അതിൻ്റെ വയറിലെ വേസ്റ്റൊക്കെ ഇങ്ങനെ പോരും. ഇതിൽ അതിൻ്റെ മുട്ട ഉണ്ടെന്ന് തോന്നുന്നു. മുട്ട മീൻസ് നമ്മുടെ നാട്ടിൽ നമ്മുടെ വരും. ഓക്കെ, അപ്പോൾ ഇത് ഓക്കെ. കണ്ടോ മുട്ട. ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള വരയിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 എണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. കഴുകിയെടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ 4 കണ്ടു അതിൽ നല്ല കിടിലനായിട്ട് നല്ല ഫ്രൈ ചെയ്യാൻ കണക്കിന് നല്ല കഴുകിയെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ അകത്തുള്ള ഈ ബ്ലാക്ക് കളയണം. അത് കളയാത്തവരും ഉണ്ട്. പക്ഷെ നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോഴത്തേനും അത് അവരൊന്നും നല്ല ക്ലീൻ ചെയ്യില്ല. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിക്ക് വൃത്തിയാക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായിരുന്നു? ഫിഷ് കട്ടിംഗ് ആയിരുന്നു. ഫിഷ് കട്ടിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. 1 മണിക്കൂർ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമ്മുടെ മീൻ വയ്ക്കണം. ഇത് 4 ഫ്രൈ ചെയ്യണം. ഇന്നത്തെ ജോലി അതാണ്. അപ്പോൾ അത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതെങ്ങനെ വയ്ക്കുന്നത് അടുത്ത വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. Till then, Sri Lakshmi and the cameraman. Okay, Nidhin Mohan signing off from Nix Muja. Bye.